ഹലോ ഗായ്സ്, സ്ട്രൈക്കായിട്ട് എല്ലാവരും എന്താ പരിപാടി? എല്ലാവരും ഒരുമിച്ചുള്ള ദിവസമായതുകൊണ്ട് ഇന്ന് ഓരോരോ പ്ലാനിങ് ആയിരിക്കും അല്ലേ? എന്നാൽ പുറത്തൊന്നും ഇറങ്ങാനും വയ്യല്ലോ അല്ലേ? ഞങ്ങൾ എന്തായാലും തൊട്ടടുത്തുനിന്ന് അത്തിപ്പഴം പറിക്കാമെന്ന് തീരുമാനിച്ചു. അവിടുത്തെ അത്തിമരത്തിൽ അത്തിപ്പഴമൊക്കെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. താഴെയുള്ളത് അധികം പഴുത്തിട്ടില്ല കേട്ടോ, എല്ലാം മേലെയുള്ളത്, താഴത്തതെല്ലാം പച്ചയാണ്. ഇത് കേട്ടതും മോനതാ ഞാൻ കയറി പറിക്കാം മേലത്തെ അത്തിപ്പഴം എന്നും പറഞ്ഞ് കയറാനായിട്ട് തുടങ്ങി. പാവം ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഫ്ലോപ്പായിട്ടോ. കയറി തുടങ്ങിയതും അതാ കിടക്കണു താഴെ. എന്നാലും അവൻ പിന്മാറിയില്ല. അവൻ എങ്ങനെയൊക്കെയോ വലിഞ്ഞതിൻ്റെ മേലെ കയറി. ഈ മരത്തിൽ കയറാൻ അത്ര പാടൊന്നുമില്ല, അധികം ഹൈറ്റൊന്നും ഇല്ലാണ്ട് നിറയെ ചില്ലകളായിട്ടുള്ളൊരു മരമാണ്. എങ്കിലും ഈ പഴം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമ്മളതിൽ പിടിച്ച് വലിഞ്ഞ് കയറുന്നതിൽ ചെറിയൊരു റിസ്ക് ഇല്ലാതില്ല. എങ്കിലും അവനതിൻ്റെ മേലെ കയറി പറിക്കാനായിട്ട് തുടങ്ങിയിട്ടും അവൻ കയറി പഴുത്തത് നോക്കി പറിച്ചിടുക, താഴെ നിന്ന് ഇവളത് പെറുക്കിയെടുക്കുക. അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല, ഇവരെ നോക്കിക്കൊണ്ടിരുന്നാൽ മതി. മൊത്തമായിട്ട് പഴുക്കുമ്പോൾ ഈ മരം കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. ആ പച്ചപ്പിൻ്റെ ഇടയിൽ ഫുള്ള് ചുവപ്പ് കളറായിട്ട് അടിപൊളിയായിരിക്കും. ഇത് പിന്നെ അവിടെ ഇവിടെയൊക്കെ ഓരോന്നേ പഴുത്തിട്ടുള്ളൂ, അതുകൊണ്ട് നോക്കി തന്നെ പറിക്കണം. ഞങ്ങൾക്ക് എന്നാലും അത്യാവശ്യം ക്വാണ്ടിറ്റി തന്നെ പഴുത്ത അത്തിപ്പഴം കിട്ടി കേട്ടോ. ഈ ഒരു ബൗള് നിറച്ചും അത്തിപ്പഴം കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം അത്യാവശ്യം നല്ല പഴുത്തതാണ് കേട്ടോ. പഴുത്ത അത്തിപ്പഴമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാനായിട്ട് പറ്റും. ഇത് ചെറുതായിട്ട് നെങ്ങാനും ഇത് നല്ല റെഡ് കളറും ഉണ്ടാവും. പിന്നെ നമ്മളൊന്ന് ആ ഞെട്ടി പൊട്ടിച്ച് നോക്കുമ്പോൾ സ്മൂത്തായിട്ട് അതിങ്ങനെ പോരാനായിട്ട് തുടങ്ങും. അതല്ലെങ്കിൽ ഇത് അത്യാവശ്യം ഹാർഡായിട്ടാണ് നിൽക്കുക, അപ്പോൾ നമുക്കത് കിട്ടത്തില്ല. പിന്നെ അത്തിപ്പഴം എന്ന് പറയുന്നത് ശരിക്കും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒന്നാണ്. ഇത്രയും നല്ലൊരു ഫ്രൂട്ട് വേറെ ഉണ്ടാവില്ല. അത്രയ്ക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ലൊരു സാധനമാണ് അത്തിപ്പഴം. പക്ഷേ എന്ത് പറയാനാ, എൻ്റെ മക്കൾക്ക് ഇത് അത്ര ഇഷ്ടമല്ല കേട്ടോ. ഇതിൻ്റെ പച്ച നമ്മൾ ഉപ്പേരി വെക്കൂലേ, പഴുത്തതാണെങ്കിൽ നമ്മൾ പഞ്ചസാര ഇട്ട് കഴിക്കുക, അങ്ങനെ പല വിധത്തിൽ നമ്മളിത് കഴിക്കാറുണ്ട്. പക്ഷേ അവർക്കിതൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടും ഇഷ്ടമാവുന്നില്ല. അപ്പോൾ ഇന്ന് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇതെങ്ങനെ കൊടുക്കാമെന്നാണ് ഞാൻ നോക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും ഇങ്ങനെ കുരുകുരുവായിട്ടാണ് ഉണ്ടാവുക. ഇത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ. കഴുകി വൃത്തിയാക്കിയ അത്തിപ്പഴം ഒരു പാത്രത്തിലോട്ട് എടുക്കുക. അതിലേക്ക് നമുക്ക് അത്യാവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നല്ല മധുരമുള്ള അത്തിപ്പഴമാണെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്താൽ മതി കേട്ടോ. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ, നല്ല മധുരമുള്ളതും നല്ല നിറമുള്ള അത്തിപ്പഴവും എന്നാൽ മധുരം കുറഞ്ഞ അത്തിപ്പഴവും ഉണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് കുരുമുളക് ക്രഷ് ചെയ്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി അത്യാവശ്യം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിന്നോട്ടെ. അതിനുശേഷം നമുക്ക് ചെറുനാരങ്ങയുടെ നീരാണ് ചേർക്കേണ്ടത്. പ്രത്യേകം ചെറുനാരങ്ങയുടെ നീര് തന്നെ ചേർക്കാനായിട്ട് നോക്കുക കേട്ടോ. കാരണം എനിക്ക് വിനെഗറിനേക്കാളും ഒന്നും കൂടി ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ചെറുനാരങ്ങ നീര് ചേർക്കുമ്പോഴാണ്. ഇതിൽ ആ കുരുമുളകിൻ്റെ ടേസ്റ്റും ഈ പുളിയുമാണ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഒരു ഫുൾ ചെറുനാരങ്ങ തന്നെ എടുത്തോളൂ കേട്ടോ. പിന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞതും അപ്പം തന്നെ കഴിക്കാനായിട്ട് നോക്കരുത്. ഒരു 2 മിനിറ്റ്സ് ഒന്ന് റെസ്റ്റ് ചെയ്യണം. കാരണം ഈ മസാലയൊക്കെ ഒന്ന് നമ്മുടെ അത്തിപ്പഴം വലിച്ചെടുത്ത് ആ ടേസ്റ്റൊക്കെ അതിലേക്ക് പിടിക്കുമ്പോൾ നമുക്ക് തന്നെ കാണാം ഇതൊരു ഡാർക്ക് കളർ റെഡിലോട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോഴാണ് ഇത് കഴിക്കേണ്ടത്. അപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് വരിക കേട്ടോ. ശരിക്കും അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. മക്കൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, നമുക്കും ഇഷ്ടപ്പെടും കേട്ടോ. കാരണം കഴിക്കില്ല എന്ന് പറഞ്ഞ എൻ്റെ മക്കൾ എത്ര പെട്ടെന്നാണ് ആ പ്ലേറ്റ് കാലിയാക്കിയെന്നുള്ളത് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. അത്രയ്ക്കും അവർക്കിഷ്ടമായി. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്ത ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഒരു പ്രാവശ്യം അത്തിപ്പഴം ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ. ആ പുളിയും മധുരവും എരിവും എല്ലാം കൂടിയായിട്ട് അടിപൊളി ടേസ്റ്റ് തന്നെയായിരിക്കും കിട്ടുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.